നമസ്കാരം. ധനുരാശിയിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ശനി 4-ലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. കണ്ടകനായ ശനിയാണ്. ശനി 4-ലെന്ന് പറയുമ്പോൾ കലഹം, കുടുംബകലഹം, ഭർതൃകലഹം, പങ്കാളിയായിട്ട് കലഹം, എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, വിവാഹം നടക്കാത്തവർക്ക്, യുവജനങ്ങൾക്ക് വിവാഹം നടക്കുന്നില്ല. ഉത്രാട നക്ഷത്രക്കാർക്ക് ശുക്രദശയോ ബുധദശയോ ശനിദശയോ ഒക്കെ ആണോ എന്ന് നോക്കുക. ഈ ദശയിൽ ഏതെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സമയമൊക്കെ നിങ്ങൾക്ക് മോശ സമയമായിരിക്കാം. പ്രത്യേകിച്ച് ശനി 4-ലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നത്, മഹാമൃത്യുഞ്ജയ യന്ത്രം ധരിക്കുന്നതും, അതുപോലെ തന്നെ ഭഗവാനെ പൂജിക്കുന്നതും ഭഗവാനെ നിങ്ങൾ നിത്യവും ഭജിക്കുന്നതും ഉത്തമമായിരിക്കും. ഇപ്പോഴത്തെ ദോഷങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് അതാണ് നല്ലത്. പിന്നെ ശനിയാഴ്ച ദിവസം ശാസ്താവിനെ ഭജിക്കാം. നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണു പൂജ ചെയ്യുക. ഈ 2 കാര്യങ്ങളും ചെയ്യുന്നത് നന്നായിരിക്കും. ധനുരാശിക്കാരായ സ്ത്രീകള്, ഇപ്പോൾ ധനുരാശിയിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം നക്ഷത്രക്കാരായ സ്ത്രീകള് ഇപ്പൊ ക്യാരിയിങ് ആയിട്ടിരിക്കുന്നവരാണെന്ന് വിചാരിക്കുക. ഗർഭിണികളൊക്കെ ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് പ്രസവ സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ അത് ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അങ്കാരക പൂജ നടത്തുക. ചൊവ്വാപൂജ നടത്തിയിട്ട് അതിന് ഏതെങ്കിലും തരത്തിലുള്ള ജപോ മന്ത്രോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ക്ലേശങ്ങൾ ഒഴിവാക്കാനായിട്ട് നോക്കാം. ഒപ്പം തന്നെ അപകടങ്ങളോ ആപത്തുകളോ ഒക്കെ വരാതിരിക്കാനായിട്ട് ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. എന്തെങ്കിലും ചെറിയ തോതിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവാം. ഇപ്പൊ നോർമൽ പ്രസവം നടക്കേണ്ടവർക്ക് ചിലപ്പോൾ അത് സിസേറിയൻ ആവാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ അതിന് നിങ്ങൾ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുക, അങ്കാരക പൂജ ചെയ്യുക. ഇതൊക്കെ വളരെ ഉത്തമമാണ്. ഞായറാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം, കുവളമാല അർച്ചനയോ നടത്തുന്ന ഉത്തമമാണ്. അപ്പൊ ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഭഗവാന് കൂവളമാല അർച്ചന നടത്തുന്നതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ ചന്ദ്രക്കല വാങ്ങാൻ കിട്ടും. അത് ഭഗവാന് സമർപ്പിക്കുന്നതും ഒക്കെ ഈ ധനുരാശിക്കാരായ ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്. നിരന്തരമായിട്ട് നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഏതെങ്കിലും ഒരു ദിവസം മഹാദേവ ക്ഷേത്ര ദർശനം, ശാസ്താക്ഷേത്ര ദർശനം ഒക്കെ നടത്തുന്നതൊക്കെ നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരമാണ്. ഈ പറയുന്ന ധനുരാശിക്കാർക്ക് നിങ്ങളുടെ ദശാകാലം ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. അതായത് ശുക്രദശയാണോ ബുധദശയാണോ ശനിദശയാണോ ഇപ്പൊ നടക്കുന്നതെന്ന് നോക്കുന്നത് ഒന്ന് നന്നായിരിക്കും.